26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഏറെ സന്തോഷവും അഭിമാനവും പകരുന്ന ഒരു നിമിഷമാണ്. മലയാളികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എറണാകുളത്തുകാരെ സംബന്ധിച്ച്. വന്ദേ ഭാരതിൻ്റെ കൊച്ചി ബംഗളൂരു ട്രെയിൻ എന്നുള്ള നമ്മുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിക്കുക മാത്രമല്ല, അതിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവശ്യക്കാർ ഏറെയുള്ള പ്രത്യേകിച്ച് സ്വകാര്യ ബസ് ലോബികൾ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ IT ജീവനക്കാർ, ബംഗളൂരു മലയാളികൾ, വിദ്യാർത്ഥികൾ, അങ്ങനെ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ ദൈനംദിനം പോകുന്ന ഒരു സിറ്റിയാണ് ബംഗളൂരു. ആ നഗരത്തിലേക്ക് പോകാൻ ഇന്ന് എക്സോർബിറ്റൻറ്റ് ഫ്ലൈറ്റ് റേറ്റ്സ് ഉള്ള ഒരു സന്ദർഭത്തിൽ ഏറ്റവും ക്ലീനായിട്ടുള്ള, ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള വന്ദേ ഭാരത് എന്ന ട്രെയിൻ, അതിന് 8 നിന്ന് 16 കോച്ചുകളാക്കിയ, നിരന്തരമായി പാർലമെൻറ്റിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ഈ വിഷയം അംഗീകരിച്ച ബഹുമാനപ്പെട്ട കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്, അതിൻ്റെ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവിന്, പ്രിയങ്കരനായ മന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും ഞാൻ അറിയിക്കുക. ഇക്കണോമിക്സിൽ പറയുന്നത്, ഞാൻ സമയം നോക്കുന്നുണ്ട്, ഇക്കണോമിക്സിൽ പറയുന്നത് ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് എന്നാണ്. മനുഷ്യൻ്റെ ആദ്യം ഇക്കണോമിക്സിൻ്റെ ഫസ്റ്റ് ലൈൻ അതാണ്. ഹാരിസ് സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേയുടെ ആവശ്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോൾ കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷനുകൾ, ടൗൺ ആൻഡ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻസ്, ഞങ്ങൾ ഈ റീഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ, അത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പണി നന്നായി പുരോഗമിക്കുമ്പോൾ സൗത്ത് അതിൻ്റെ കോൺട്രാക്ടറെ ക്യാൻസൽ ചെയ്യും. സൗത്തിൽ പുതിയ കോൺട്രാക്ടർ വന്നപ്പോൾ നോർത്തിലെ കോൺട്രാക്ടറെ ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് തീരേണ്ട പദ്ധതി 7-8 വർഷം കഴിഞ്ഞ് ഉണ്ടാകുന്ന കോസ്റ്റ് ഡിഫറൻസ് മാത്രമല്ല, ശബരിമലയിലുമെല്ലാം ഓരോ സീസണൽ സമയത്ത് യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതപൂർണമായ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി നിരന്തരം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓണറബിൾ ഡിവിഷണൽ റെയിൽവേ മാനേജർ has always been intimated by the needs of not just Ernakulam but all of the Trivandrum division, Thiruvananthapuram division. And we also had a meeting in Chennai with the general manager of Southern Railways, where all the Ernakulam railway needs of the Kochiites were raised on a very important platform. And the most important project, we had a discussion with the Honorable Minister, Shri Suresh Gobiji. It was nothing but from 2019, the day I became an MP, constantly we are raising just one demand. Constantly the demand is pending, and I am pretty sure they are on the track now. It is nothing but we have 100 acres of land in Ponnurundi, which is a marshalling yard. And since Ernakulam north and south has been stagnant, I don't think we can, even if we get new Vande Bharats, we cannot start from here, because it is at a peak point where we need more railway tracks. The doubling of Shornur is happening. Shornur and Ernakulam doubling is happening. But still, we need more trains. This particular station, Ponnurundi എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എറണാകുളത്തിൻ്റെ റെയിൽവേ സ്വപ്നത്തിൽ പുതിയ ഒരു പ്രതീക്ഷയാണ്. കാരണം ഒരു സെൻറ്റ് സ്ഥലം പോലും നമ്മൾ അക്വയർ ചെയ്യാതെ റെയിൽവേയുടെ ഭൂമി വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, വളരെ ട്രഷർ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആ ഭൂമിയിൽ നിന്ന് നമുക്ക് അത് തുടങ്ങാൻ സാധിക്കും. അതിന് എല്ലാ പ്രോജക്റ്റും റെഡി ആയിരുന്നു. ചില സാങ്കേതികപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രം അതിൻ്റെ തർക്കം ഇഴഞ്ഞു നീങ്ങുകയാണ്. 6 വരി വേണോ 4 വരി വേണോ എന്ന പാത, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെടണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒരുപാട് ആവശ്യങ്ങൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട്, ട്രെയിനുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പറയേണ്ട ഒരു വേദിയല്ല, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ ഒരു വലിയ സ്വപ്ന പദ്ധതി
8 നിന്ന് 16 ആക്കുമ്പോൾ ഇരട്ടി പാസഞ്ചേഴ്സിന് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളൊരു കൊച്ചി ചെന്നൈ, എറണാകുളം ചെന്നൈ ഒരു വന്ദേ ഭാരത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗോവയിൽ നിന്ന് മാംഗ്ലൂരിലേക്കുള്ളത് കൊച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഹ്യൂമൻ വോൺസ് ആർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞതുപോലെ അൺലിമിറ്റഡ് ഡിമാൻഡ്സ് ആണ്. പക്ഷെ ഘട്ടം ഘട്ടമായി നമ്മൾക്ക് റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ഇതിന് സഹകരിച്ച പ്രത്യേകിച്ച് റെയിൽവേയുടെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിനും മന്ത്രിമാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. കേരളത്തിലെ യാത്രക്കാരുടെ എണ്ണവും യാത്രാ ദുരിതവും പരിഗണിച്ച് എറണാകുളം ചെന്നൈ പാതയിൽ വന്ദേ ഭാരത് അനുവദിക്കണമെന്നാണ് ഹൈബി ഈഡൻ MP ആവശ്യപ്പെട്ടത്. പൊന്നുരുന്നിയിലുള്ള സ്ഥലം റെയിൽവേയുടെ അനുബന്ധ വികസന പരിപാടികൾക്കായി ഉപയോഗിക്കണമെന്നും ഹൈബി നിർദ്ദേശിച്ചു. എറണാകുളം ഷൊർണൂർ പാതയിൽ ട്രെയിനുകൾക്ക് വിചാരിച്ച വേഗത്തിൽ ഓടാൻ കഴിയണമെങ്കിൽ പാത ഇരട്ടിപ്പിക്കൽ പണികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് ഹാരിസ് ബീരാൻ MP പറഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ ചത്ത പാമ്പിനെ കണ്ട സംഭവവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയാൽ വന്ദേ ഭാരത് സർവീസ് കൂടുതൽ മികവുറ്റതാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. DRM അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പറഞ്ഞു, കേരളത്തിൽ കൂടി ഓടുന്ന എല്ലാ വന്ദേ ഭാരതുകളും 150-170% ഒക്യുപ്പൻസിയോട് കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. I'm just referring that you said that all the Vande Bharat are running at 150-170 occupancy. There is a long-standing demand that there is a Vande Bharat Madgaon to Mangalore, to extend that Madgaon-Mangalore Vande Bharat to Ernakulam. So we had actually seen the Railway Minister together, me and Haibi then together. I think even Suresh Gobiji also has taken up that matter. I think that will be one thing which will have a lot of impact on us. So അത് ഒരു നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. പിന്നെ നമ്മളിപ്പോൾ വന്ദേ ഭാരത് ആണെങ്കിൽ പോലും എറണാകുളം തൊട്ട് ഷൊർണൂർ വരെയുള്ള ലൈൻ എന്ന് പറയുന്നത് 80 കിലോമീറ്ററിൽ കൂടുതൽ പോകാൻ പറ്റാത്ത ലൈനാണ്. അത് സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അതിനകത്ത് ഒരുപാട് വളവുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വന്ദേ ഭാരത് പോലത്തെ ഒരു ട്രെയിൻ ഇട്ടിട്ട് പോലും നമുക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റാത്ത ഒരു റോഡ് ഉണ്ട്. നമ്മളിപ്പോൾ വലിയ കാറ് മേടിച്ചിട്ട് ഓടിക്കാൻ പറ്റാത്ത റോഡ് ഉള്ള പോലെയാണ് ഈ ഒരു സെക്ടറിൽ പോകുന്നത്. അപ്പൊ നമ്മളത് റെയിൽവേ മന്ത്രി അടുത്ത് പറഞ്ഞെങ്കിലും റെയിൽവേ മന്ത്രി പറയുന്നത് കേരള സർക്കാർ നമുക്ക് കുറച്ച് ഭൂമി തന്നാൽ ഞങ്ങൾ ശരിയാക്കാമെന്നുള്ളതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യ എന്നൊക്കെ പറയുന്നത്, ടെക്നോളജി എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കുകയാണ്. ആ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന സാങ്കേതിക ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെ ഈ റെയിൽ ട്രാക്കുകൾ ഓഗ്മെന്റ് ചെയ്തിട്ട് ഈ പറയുന്ന വന്ദേ ഭാരതിന്റെ സ്പീഡുകൾ കൂട്ടാനുള്ള ഒരു ശ്രമം കൂടി റെയിൽവേ നടത്തണമെന്നുള്ളതാണ്. പിന്നെ ഒരു ചെറിയ ലൈറ്റർ നോട്ടിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വന്ദേ ഭാരതിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ഒരു ചത്ത പാമ്പിനെ കിട്ടിയത് നമ്മൾ പേപ്പറിൽ വായിച്ചു. ചത്ത പാമ്പിനെ കിട്ടിയത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടല്ല, ജീവനില്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല. പക്ഷേ ഈ പറയുന്ന പോലെ വന്ദേ ഭാരത് പോലത്തെ പ്രീമിയം ട്രെയിൻസ്, ആ പ്രീമിയം ട്രെയിൻസിന്റെ മെയിൻ്റനൻസും നല്ല രീതിയിൽ തന്നെ ഇത്രനാൾ നടത്തിക്കൊണ്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള സംഗതിയാണ് വന്ദേ ഭാരത് എന്ന് പറയുന്നത്. അത് ഇനിയും നടത്തും എന്നുള്ളതും ഒരു ആശംസ. അതേപോലെ തന്നെ ഈ വന്ദേ ഭാരത് നമ്മുടെ ബാംഗ്ലൂർ മലയാളികൾക്കുള്ള ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട്, ഒരു ഓണസമ്മാനമായിട്ട് തന്നെ റെയിൽവേ നൽകിയതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം 8 നിന്ന് 16 ആക്കിയ ശേഷമുള്ള സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ജനപ്രതിനിധികൾ. പുതിയ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോടും റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരോടുമാണ് കേരളത്തിന്റെ കൂടുതൽ ആവശ്യങ്ങൾ MP-മാർ ഉന്നയിച്ചത്. ഇതിനിടെ ചടങ്ങിൽ ദേശീയ ഗാനമോ ദേശീയ ഗീതമോ പാടിയില്ലെന്ന് ആരോപിച്ച് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. അവർ കോൺഗ്രസിന് വേണ്ടിയല്ല പണിയെടുക്കേണ്ടത്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് പണിയെടുക്കേണ്ടത്. റെയിലിലേക്ക് വേണ്ടിയാണ് അവർ ബഹുമാനപ്പെട്ട MP-മാർ ഉള്ളത് കൊണ്ടും അവർ വന്ദേ മാതരഗാനം ആലപിക്കാത്തത് കൊണ്ടും ദേശീയ ഗാനം പാടാൻ വിമോഹനമുള്ളത് കൊണ്ടുമാണോ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി ഈ ചടങ്ങ് അട്ടിമറിച്ചത് എന്ന സംശയം ഞങ്ങൾക്കുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരുമില്ലേ? അനാഥമാണോ? बोलो भारत माता की जय, बोलो भारत माता की जय, नरेंद्र मोदी की जय, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, जय जय
ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മന്ത്രിയും സംസാരിച്ചത് അനുസരിച്ച് ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇത്തരം ഒരു മേലിൽ ഇത്തരം വീഴ്ചകൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നോ മറ്റ് ആളുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല, അതിൽ അദ്ദേഹം പറഞ്ഞ അതിനുള്ള സൗകര്യങ്ങളുടെ കുറവും സാങ്കേതികമായി പറ്റിയൊരു പിഴവാണ് എന്നുള്ള രീതിയിലാണ് അറിയിച്ചത്. അദ്ദേഹം മന്ത്രിയുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് ഇക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ BJPയുടെ പ്രവർത്തകർ അതുകൊണ്ട് തന്നെയാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും ഇവിടെ ആലപിച്ചത്. നമ്മളുടെ ഒരു വലിയ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞായിരുന്നാൽ ഏറ്റവും ഭംഗിയായിരുന്നു. അത് ചെയ്യാതിരുന്നതിലാണ് പാർട്ടിയുടെ മുതിർന്ന പ്രവർത്തകർ ഒരു പ്രതിഷേധത്തിന് തയ്യാറായത്. ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടികൾ അതിൽ വേണ്ടപ്പെട്ട ആളുകൾ അതിൽ ഇടപെടുകയും മന്ത്രി ഉൾപ്പെടെയും കാര്യത്തിൽ സംസാരിച്ച സാഹചര്യത്തിൽ ഞങ്ങളുടെ സമര പരിപാടികൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കും. ഔദ്യോഗിക ചടങ്ങ് കൃത്യമായി സംഘടിപ്പിക്കാത്തതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് BJP പ്രവർത്തകർ ആവശ്യപ്പെട്ടത്. Subscribe to One India and never miss an update.